ആരാണ് വിളിച്ചിട്ടത്? അമ്മ, നമുക്കെപ്പോഴാ പെരുന്നാൾ ഡ്രസ്സ് എടുക്കുന്നത്? എടുക്കാം മക്കളെ, ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് പോയി എടുക്കാം. കൂട്ടുകാരെല്ലാരും എടുത്തു, എനിക്കും വേണം ഡ്രസ്സ്. മോൻ വിഷമിക്കണ്ട, ഉമ്മയല്ലേ പറഞ്ഞത്, എടുത്തു തരാം. അമ്മ, ചിന്നു എടുത്ത പോലത്തെ ഡ്രസ്സ് എടുക്കാമ്മ, നല്ല ഡ്രസ്സ്, എനിക്ക് അതുപോലത്തെ ഉടുപ്പെടുത്താൽ മതി. മക്കളെ വെയിലത്തൊന്ന് മാറിയതാ, ഇങ്ങോട്ട് വന്നിരുന്നേ. അമ്മ കുറച്ച് കാര്യം പറയട്ടെ നിങ്ങളടുത്ത്. ഉമ്മക്ക് എൻ്റെ മക്കളടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ അവസ്ഥ അറിയാമല്ലോ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവ് വരാതെ നോക്കി നിങ്ങളുടെ വാപ്പയല്ലേ. ഇപ്പോൾ നമ്മുടെ വാപ്പയുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. വാപ്പിക്ക് സുഖമില്ലാതിട്ട് ഇപ്പോൾ കുറേ നാളായില്ലേ. വാപ്പിക്ക് ഇപ്പോൾ ജോലിക്ക് പോകാനോ ഒന്നും ഇപ്പം പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഉമ്മി ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതും തുച്ഛമായ ശമ്പളത്തിലാണ് ഉമ്മ ജോലി ചെയ്യുന്നത് തന്നെ. നിങ്ങളുടെ പഠിത്തം, വാപ്പിയുടെ ഗുളിക കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ പോക്ക് എല്ലാം അതിൽ നിന്നല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മ എടുത്തു തരാം. എൻ്റെ മക്കൾ വിഷമിക്കേണ്ട. മറ്റുള്ളവരുടെ സന്തോഷം കണ്ടുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ മറ്റുള്ളവരെ വിളിച്ച് നോമ്പ് മുറിപ്പിക്കാനുള്ളതൊന്നും അവസ്ഥ പോലും നമുക്കില്ല. നമുക്ക് തന്നെ നേരെ ചവന് തിന്നാനുള്ളതൊന്നും ഇപ്പം നമുക്കിവിടെ ഇല്ല. ഇതൊക്കെ മാറും. പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ കാര്യം അതൊന്നും ഉടനെ തന്നെ ചെയ്തു തരാം. നമുക്ക് ശമ്പളമൊക്കെ കിട്ടിയത് തന്നെ അപ്പം തന്നെ ഇവിടെ ചിലവായിട്ടുണ്ട്. എന്തായാലും എൻ്റെ മക്കൾക്ക് തന്നെ എടുത്തു തരാം. പിന്നെ മോള് ചിന്നുവിൻ്റെ ഡ്രസ്സ് പോലെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല മോനെ, അതിനൊരുപാട് പൈസ ഒക്കെയാണ്. എന്തായാലും നല്ലത് തന്നെ ഉമ്മനെ മോക്ക് എടുത്തു തരാം. ശരി ഉമ്മ, ഉമ്മ വിഷമിക്കാൻ, ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡ്രസ്സ് മതി. ആ പിന്നെ ഇനിയിപ്പം ഈ വെയിലത്ത് ഓടി കളിക്കാനൊന്നും വേണ്ട. ചിന്നുവിൻ്റെ വീട്ടിൽ തൽക്കാലം പോകണ്ട. അവിടെ ഇനി വിരുന്നുകാരും നോമ്പ് മുറിക്കലൊക്കെ ബഹളമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മക്കളങ്ങോട്ട് പോകണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് കളിച്ചാൽ മതി കേട്ടാ. നമുക്ക് പോയി കളിക്കാം. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ തമ്പുരാനെ, എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാനുള്ളത്. അവിടെ എന്തുവായിരുന്നു? ഉമ്മായും മക്കളും കൂടെ ഭയങ്കര സംസാരമായിരുന്നല്ലോ. എന്ത് ചർച്ചകളിലായിരുന്നു നിങ്ങള്? ഒരു കാര്യത്തിൽ റബ്ബ് നമ്മളെ തോൽപ്പിച്ചിട്ടില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാഗ്യമാണ് നമ്മുടെ മക്കൾ. ഇങ്ങനൊരു മക്കളെ കിട്ടിയതിൽ. എന്തിപ്പോ അങ്ങനെയൊക്കെ പറയാനുണ്ട്? ഇപ്പൊ എന്ത് പറ്റി? ഇപ്പോഴത്തെ മക്കളെ സംബന്ധിച്ച് നമ്മുടെ മക്കളൊന്നും കാണിക്കുന്നില്ല. അവർക്കും ഉണ്ട് ഒരുപാട് ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ മക്കളൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ മക്കൾ വന്നിട്ടിപ്പോൾ അവർ ചെറിയൊരു ആഗ്രഹം വന്ന് പറഞ്ഞിരിക്കുന്നത്. അതെങ്കിലും എൻ്റെ മക്കൾക്ക് സാധിച്ചു കൊടുക്കണമെന്നാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹം. മറ്റേ മക്കളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ മക്കളുടെ സ്വഭാവം അറിയാമല്ലോ. അവർ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് സാധിച്ചെന്ന് കിട്ടുന്നവരെ തള്ളയും തന്തയും സ്വൈര്യം കെടുത്തു. ആ കണക്കിന് നമ്മൾ രണ്ട് മക്കളൊന്നും ചെയ്യുന്നില്ല. ആദ്യമായിട്ടാണ് എൻ്റെ മക്കൾ വന്നിപ്പോൾ ഒരു ഉടുപ്പിൻ്റെ കാര്യം പറഞ്ഞെന്ന് പറയുന്നത്. അതുപോലത്തെ ഒന്ന് എടുത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തു കൊടുക്കണം. എന്ത് ചെയ്യാനാണെന്ന് എനിക്കൊരു വഴിയും കിട്ടുന്നില്ല. ആ ശരിയാ നീ പറഞ്ഞത്. അത് ഞാനും ഓർക്കാറുണ്ട്. എന്ത് ചെയ്യാനാ, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയില്ലേ. ഇപ്പോൾ ഞാൻ തന്നെ കഴിയുന്നത് മറ്റുള്ളവരുടെ ആശ്രയത്തിന് വേണ്ടിയിട്ടാണ്. നിന്നെ ജോലിക്ക് വിട്ടാന്നല്ലോ ഇപ്പം ഞാനും ജീവിക്കുന്നത്. ഇനി അങ്ങനെ ഒന്നും പറയണ്ട. ഇനി അത് ഓർത്തിന് വിഷമിക്കുക. നിങ്ങളതൊക്കെ വിട്. എന്തായാലും നിങ്ങളുടെ അസുഖം മാറും. മാറുന്ന അസുഖം തന്നെയല്ലേ ഉള്ളൂ. കുറച്ചാൾ കഴിയുമ്പോൾ പഴയതുപോലൊക്കെ ആവും നിങ്ങൾ. എന്നിട്ട് ഞാൻ ഈ ജോലിയൊക്കെ ഞാനങ്ങ് ഉപേക്ഷിക്കും. എന്നിട്ട് പഴയതുപോലെ നമ്മൾ ജീവിക്കും. ഇനി നിങ്ങളത് ഓർത്തിന് വിഷമിക്കുകയൊന്നും വേണ്ട. എപ്പോഴും പടച്ചോനിങ്ങനെ ഒരേപോലെ നമ്മൾ ഇട്ടേക്കത്തൊന്നുമില്ല. ഇപ്പം എനിക്കതൊന്നുമല്ല എനിക്ക് ഏറ്റവും വിഷമം. എൻ്റെ മക്കൾ പറഞ്ഞ കാര്യം സാധിച്ചു കൊടുക്കണം എനിക്ക്. ഈ തുച്ഛമായ ശമ്പളത്തിൽ ഇരുന്നുകൊണ്ട് ഒരു കാര്യവും നടക്കുന്നില്ല. ഇനിയിപ്പോൾ നോയമ്പും പെരുന്നാളും കഴിഞ്ഞിട്ട് വേണം വേറെ എന്തെങ്കിലും ജോലി കൂടെ നോക്കണം. പക്ഷെ അതിനു മുമ്പ് എൻ്റെ മക്കൾ ആദ്യമായിട്ട് പറഞ്ഞൊരു ആഗ്രഹമാണ്. അതെങ്ങനെ സാധിച്ചു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മക്കൾ വയറു നിറച്ച് ആഹാരം നടക്കേണ്ട സമയമാണ്. അതിനുപോലും എൻ്റെ കുഞ്ഞുങ്ങൾ ഇതോർക്കും പറയുന്നില്ല. അവർ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട്.
അതൊക്കെ എനിക്കൊന്ന് സാധിച്ചു കൊടുക്കണം. ഓരോ വീട്ടിലെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളോടെ വന്ന് പറയത്തും കൂടിയില്ല എൻ്റെ കുഞ്ഞുങ്ങൾ. പിന്നെ ഇളയവൻ പറയും അവൻ്റെ വീട്ടിൽ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ എൻ്റെ ചങ്ക് പൊടയുവാണ്. എന്നാലും വാശി പിടിക്കാറില്ലേക്ക്. അതൊക്കെയാണ് നമ്മുടെ മക്കൾ. ആ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കണം എനിക്ക്. ഇനി എന്തെങ്കിലും ഒരു വഴി കാണിച്ച് എൻ്റെ മക്കൾക്ക് ഡ്രസ്സൊന്നും എടുത്തു കൊടുക്കണം. അതിന് റബ്ബ് എന്തെങ്കിലും വഴി കാണിച്ചു തരും. ഡേ നെജി, ആരോ വിളിക്കുന്നുണ്ട്, ഞാനത് നോക്കിയിട്ട് വരട്ടെ. ആ ശരി. എടി ഇന്ന് ചിട്ടിയായിരുന്നു, നീ എന്തേന്ന് വരാഞ്ഞേ? കണ്ടില്ലല്ലോ, കാണത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. ഓ ഞാനതങ്ങ് മറന്നുപോയടി ഈ മാസത്തെ ചിട്ടിയുടെ കാര്യം തന്നെ. എല്ലാ മാസവും ഒരു പ്രതീക്ഷയായിരുന്നല്ലോ ഈ മാസം എനിക്ക് വീഴുമെന്ന്. അതുകൊണ്ട് ഈ മാസം ഞാൻ ഓർത്തുമില്ലായിരുന്നു. അല്ല, ഈ മാസത്തെ ഭാഗ്യവതി ആർക്കാണ് ചിട്ടി വീണത്? ആ, ഈ മാസത്തെ ഭാഗ്യവതി ആരാണെന്ന് അറിഞ്ഞാൽ നീ ഞെട്ടും. ഈ മാസം എനിക്കാണ് വീണിരിക്കുന്നത്. നീ എല്ലാ മാസവും നീ വിളിച്ച് ചോദിക്കും ചിട്ടി ആർക്കാണ്. ഇന്ന് നീ ചോദിച്ചുമില്ല, ഇന്ന് എനിക്ക് കിട്ടുകയും ചെയ്തു. അതാണ് പടച്ചോൻ. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടത്തില്ല. ഓർക്കാപ്പുറത്തിരിക്കുമ്പോഴേ നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടത്തുള്ളൂ. എന്തായാലും നീ വന്നുമില്ല, എനിക്കിന്ന് ചിട്ടി വീഴുകയും ചെയ്തു. പിന്നെ നിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നേരിട്ടെന്ന് പറയാമെന്നാണ് വിചാരിച്ചത്. സന്തോഷമായില്ല എനിക്ക്. ശരിയാ, പടച്ചോൻ എനിക്കൊരു വഴി കാണിച്ചു വരുമെന്ന് ഒട്ടും ഞാൻ വിചാരിച്ചില്ലടി. എൻ്റെ മക്കൾക്ക് ഞാൻ എങ്ങനെ ഡ്രസ്സ് എടുക്കുമെന്ന് ഞാനിങ്ങനെ കരുതിയിരിക്കുമായിരുന്നു. പടച്ചോൻ എന്തായാലും ഒരു വഴി കാണിച്ചു തന്നല്ലോ. ഓ, പകുതി ആശ്വാസമായിടി എനിക്ക്. പിന്നെ ഈ മാസത്തെ ചിട്ടിപ്പൈസയും ഞാൻ തന്നിട്ടില്ല. നീ ഈ മാസത്തെ ചിട്ടിപ്പൈസ എടുത്തിട്ട് ബാക്കി ഇങ്ങനെ തന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. എന്തായാലും എല്ലാ മാസവും ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ എനിക്ക് ഈ മാസമാണ് എനിക്ക് പൈസയ്ക്ക് കൂടുതൽ ആവശ്യം വന്നത് തന്നെ. പടച്ചോൻ്റെ അനുഗ്രഹം. അത് വേണ്ടാടി, ഈ മാസത്തെ ചിട്ടിപ്പൈസ ഞാൻ ഇട്ടോളാം. ഇനി പിന്നീട് ഇതൊക്കെ എനിക്ക് തന്നാൽ മതി. കാരണം ഇപ്പം ഈ പൈസ കിട്ടിയാലും കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ. അതുകൊണ്ട് നടുക്കൂലിയൊക്കെ ഞാൻ പിന്നെ എടുത്തോളാം. പിന്നെ നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി. ആരും നിന്നെ കുറ്റമൊന്നും പറയത്തില്ല, നിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ചിട്ടിപ്പൈസ ഞാൻ ഈ മാസത്തിൽ ഇട്ടോളാം. പിന്നെ നീ നാളെ അങ്ങോട്ട് വൈകിട്ട് വന്നാൽ മതി. എല്ലാവരും പൈസ പിഴിഞ്ഞ് ഇന്നും നാളെ കേട്ടേ കിട്ടത്തുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് പൈസ എനിക്ക് ഒപ്പിച്ചേരാം കേട്ടാ. പടച്ചോനെ പാവങ്ങളുടെ വിഷമങ്ങൾ കാണാതിരിക്കത്തൊന്നുമില്ലല്ലോടി. സത്യം പറഞ്ഞ് ഇന്ന് എൻ്റെ 2 കുഞ്ഞുങ്ങൾ വന്നിട്ടാണെങ്കിൽ അവർക്ക് ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു വഴി എനിക്കില്ലായിരുന്നു. ഞാൻ എൻ്റെ മക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എടുത്തു കൊടുക്കാമെന്നും പറഞ്ഞു. അപ്പോഴും എനിക്കൊരു വഴി ഞാൻ കണ്ടിട്ടും കൂടിയില്ലായിരുന്നു. എന്ത് ചെയ്യുമെന്നും ഒരു പിടിയുമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാൻ ഇടയാക്കലേന്ന് ഞാൻ തേടിക്കൊണ്ടിരിക്കുക. മരണം വരെ അങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കരുതെന്നുള്ളൊരു ആഗ്രഹത്തിൽ നടക്കുക ഞാൻ. ഒരു വഴിയില്ലായിരുന്നടി. ഇത്രയും നാളും നീ ചിട്ടി ഇടുമ്പോൾ ഞാൻ ഓരോ പ്രതീക്ഷയായിരുന്നു. പക്ഷേ പഠിച്ചത് കറക്റ്റ് സമയത്തിന് എനിക്കത് തന്നത്. ചിട്ടി വീണായിരുന്നെങ്കിൽ ഈ മാസം എനിക്ക് ഈ പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. അതങ്ങനെ നടന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക്. എൻ്റെ മക്കൾക്ക് അവർ പറഞ്ഞ ഡ്രസ്സ് എടുത്തു കൊടുക്കണം എനിക്ക്. ആദ്യമായിട്ട് എൻ്റെ മക്കൾ ആഗ്രഹം പറഞ്ഞിരിക്കുന്നത്. അത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. പടച്ചോൻ എന്തായാലും അങ്ങനെയെങ്കിലും അറിഞ്ഞെനിക്ക് കിട്ടിയല്ലോടെ എനിക്ക്.